നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ധനകാര്യ വകുപ്പിന്റെയും ട്രഷറിയുടെയും ഒക്കെ സ്ഥിതി എന്താണെന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടവും ദുരന്തവും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകുന്ന ഈ വേളയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി നൽകി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടപ്പലായനം. ധനവകുപ്പിൽ നിന്ന് കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് പോവുകയാണ് ഉയർന്ന IAS ഉദ്യോഗസ്ഥന്മാരെല്ലാം. ഇപ്പോൾ 3 പേരാണ് ഇങ്ങനെ ഡെപ്യൂട്ടേഷനിലേക്ക് പോയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 28-ന് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ രവീന്ദ്രകുമാർ അഗർവാൾ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറിയായി ഉടനെ ചേരും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഉദ്യോഗസ്ഥ തലവൻ കൂടിയാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പോകുന്നതോടെ CMDRFിലേക്കും ഉദ്യോഗസ്ഥരുടെ പ്രതിസന്ധി തന്നെ നേരിടുകയാണ്. അദ്ദേഹത്തിന്റെ മുൻഗാമിയായ നിലവിലെ ആഭ്യന്തര സെക്രട്ടറിയായ ബിശ്വനാഥ് സിൻഹ അഗർവാളും സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് 1 വർഷം മാത്രമാണ് ഈ വകുപ്പിൽ സേവനമനുഷ്ഠിച്ചത്. സ്ഥാനമൊഴിയുന്ന ധനകാര്യ സെക്രട്ടറിക്ക് അനുയോജ്യനായ പകരക്കാരനെ കണ്ടെത്തുക എന്ന വെല്ലുവിളിയും ഇപ്പോൾ സർക്കാരിന് മുമ്പിലുണ്ട്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം സംസ്ഥാനത്തെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വിഭവ സമാഹരണത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് അധിക സഹായം നേടാൻ സർക്കാരിനെ നിർബന്ധിതമാക്കുകയും ചെയ്തു. സംസ്ഥാനം അതിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ കെടുകാര്യസ്ഥതയും അഴിമതിയും തുടരുകയാണ് എന്നും നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ അടിച്ചതിനും നവകേരള സദസ്സിന് ചെലവാക്കിയതിനും കലാജാഥയ്ക്കുമൊക്കെ നൽകാൻ ഏതാണ്ട് 7 കോടിയോളം രൂപ ഇപ്പോൾ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായി ചേരാൻ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് M. കൗൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നതിനാൽ സംസ്ഥാനത്ത് പുതിയ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ നിയമനം 5 വർഷത്തേക്കോ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെയോ തന്നെ ആയിരിക്കും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും 2 നിയമസഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്നതിനാൽ സർക്കാർ പുതിയ CEOയെ കണ്ടെത്തേണ്ട ചുമതല കൂടി വഹിക്കേണ്ടതും വരും. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഡയറക്ടർ ജനറലായി പ്രവർത്തിക്കാൻ ജലവിഭവ സെക്രട്ടറി അശോക് കുമാർ സിംഗ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയി കഴിഞ്ഞു. സംസ്ഥാനം അതിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ പാടുപെടുമ്പോൾ സംസ്ഥാന ധനകാര്യ തലവന്റെ അടിക്കടിയുള്ള മാറ്റങ്ങൾ അസ്ഥിരമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാക്കാൻ സാധ്യതകളുമുണ്ട്. കൂടാതെ കൗൾ ധനകാര്യ പോർട്ട്ഫോളിയോ കൈവശം വെച്ചിരുന്നതിനാലും നിയന്ത്രിതമല്ലാത്ത നിക്ഷേപ പദ്ധതികളുടെ നിരോധിത നിയമത്തിന് കീഴിലുള്ള കേസുകൾ നടപ്പാക്കുന്നതിനുള്ള യോഗ്യതയുള്ള അധികാരിയായതിനാലും കേരള ഫിനാൻസ് കോർപ്പറേഷനായി ഒരു പുതിയ ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും സംസ്ഥാനം നിലവിൽ കണ്ടെത്തേണ്ട സാഹചര്യമാണ്. ധനകാര്യ വകുപ്പ് നോക്കാൻ പോലും ആളെ കിട്ടാത്ത സ്ഥിതിയാണ് എന്നുള്ളത് സർക്കാരിന് ഇരട്ട അടിയായി മാറിയിരിക്കുകയാണ്.